എല്ലാവർക്കും നമസ്കാരം. ഡിജിപേയുടെ പുതിയൊരു വീഡിയോയിലൂടെ എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ പ്രധാനമായിട്ട് നോക്കാൻ പോകുന്നത് ഡിജിപേ ലൈറ്റിൻ്റെ ഏറ്റവും പുതിയ ആൻഡ്രോയിഡ് വേർഷൻ വഴിയുള്ള സർവീസുകളുടെ ട്യൂട്ടോറിയൽ വീഡിയോസാണ്. അതിനായിട്ട് നമുക്ക് പുതിയതായിട്ടുള്ള ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. പുതിയ വേർഷനിലെ പ്രത്യേകത അനുസരിച്ച് നമുക്ക് ഡിജിപേ ലൈറ്റിൻ്റെ പ്രധാനമായിട്ടും 3 ആപ്ലിക്കേഷനുകളാണുള്ളത്. ഒന്ന് മെയിനായിട്ടുള്ള ആപ്ലിക്കേഷൻ, 2 അതിൻ്റേതായിട്ടുള്ള കമ്പാനിയൻ ആപ്പുകൾ, ചൈൽഡ് ആപ്പുകൾ, ഓരോ സർവീസിനും വ്യത്യസ്ത ചൈൽഡ് ആപ്പുകൾ, മൂന്നാമതായിട്ട് KYC ചെയ്യാനായിട്ട് സെപ്പറേറ്റ് ആപ്ലിക്കേഷൻ. അപ്പോൾ നമ്മൾ ഈ 3 ആപ്ലിക്കേഷനും ഒരു വട്ടമെങ്കിലും ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്താൽ മാത്രമേ നമുക്കത് വർക്ക് ചെയ്യാൻ, ഓരോ സർവീസ് വർക്ക് ചെയ്യാൻ സാധിക്കുള്ളൂ എന്നാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. അതിനുവേണ്ടി നമുക്ക് ഓൾറെഡി നമ്മളുടെ ഡിജിപേ ഗ്രൂപ്പുകളിൽ നമ്മൾ ആപ്ലിക്കേഷൻ്റെ ലിങ്കുകൾ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓരോ ആപ്ലിക്കേഷൻ്റെ ലിങ്കുകളും നമ്മൾ ആദ്യമായി തന്നെ മെയിൻ ആപ്പാണ് ഡൗൺലോഡ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് അതിൻ്റെ ലൈവ് ആപ്പ് സ്റ്റോറിൽ ഇതിൽ ആൻഡ്രോയിഡ് വേർഷൻ മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ, iOS വേർഷൻ ഉണ്ടായിരിക്കില്ല. ഡൗൺലോഡ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് അതിൻ്റെ വേർഷൻ ഡൗൺലോഡ് ചെയ്യാനായിട്ട് സാധിക്കും. ആ ഫയൽ ഡൗൺലോഡായി ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷമാണ് നമുക്ക് ഫർദറായിട്ട് യൂസർ ID വെച്ച് കയറേണ്ടത്. അപ്പോൾ ആദ്യമായിട്ട് യൂസർ ID വെച്ച് കയറുമ്പോൾ പ്രധാനമായിട്ട് നമ്മൾ മൊബൈൽ വഴി കയറുമ്പോൾ നമ്മുടെ ഫിംഗർ പ്രിൻറ്റ് ക്യാപ്ചർ ചെയ്തിട്ട് വേണം കയറാനായിട്ട്. അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ നമ്മൾ ഏതാണ് ഫിംഗർ പ്രിൻറ്റ് ഉപയോഗിക്കുന്നത് അതിൻ്റെ RD സർവീസ് നമ്മളുടെ മൊബൈലിൽ ഉണ്ടായിരിക്കേണ്ട നിർബന്ധമായിട്ടുള്ള ഒരു കാര്യമാണ്. ഈ ആപ്ലിക്കേഷൻ നമ്മൾ എല്ലാ ഓപ്ഷൻസ് അലോ കൊടുത്തിട്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ലോഗിൻ ചെയ്യുമ്പോൾ നമ്മളുടെ യൂസർ നെയിം പാസ്വേഡ് വെച്ചിട്ട് ആദ്യം കയറാം. ആദ്യത്തെ നമുക്ക് OTP, അതുപോലെ തന്നെ ഒരു നമുക്ക് ഫിംഗർ പ്രിൻറ്റ് ഓതൻറ്റിക്കേഷൻ ഉള്ളത്. OTP അടിച്ചതിന് ശേഷം MPIN ഓതൻറ്റിക്കേഷൻ ഉണ്ട്. MPIN നമുക്ക് അറിയില്ലെങ്കിൽ ജനറേറ്റ് കൊടുക്കാം. അതും OTP ആയിട്ട് വരികയും നമുക്കത് എൻ്റർ ചെയ്ത് മുന്നോട്ട് പോവുകയും ചെയ്യാം. ഇങ്ങനെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അടുത്ത ഓപ്ഷനാണ് നമ്മളുടെ ഫസ്റ്റ് ആയിട്ടുള്ള ആദ്യത്തെ VL ഓതൻറ്റിക്കേഷൻ എടുത്തത്. അപ്പോൾ നമ്മൾ USB മോഡ് സെലക്ട് ചെയ്ത് കഴിഞ്ഞ് കൊടുക്കുമ്പോൾ ഇൻ കേസ് നമ്മളുടെ OTG കേബിൾ OTG മോഡ് ഓൺ അല്ല എങ്കിൽ ഡിറ്റക്ട് ചെയ്യാൻ സാധ്യതയില്ല. അപ്പോൾ അതുകൊണ്ട് സെറ്റിങ്സിൽ ഒരു OTG മോഡ് ഓൺ ആക്കിയതിന് ശേഷം മാത്രമായിരിക്കണം നമ്മുടെ ഫിംഗർ പ്രിൻറ്റ് OTG കേബിൾ കണക്ട് ചെയ്യുക. അങ്ങനെ അത്തരത്തിൽ OTG കേബിൾ കണക്ട് ചെയ്ത് ഓൺ ആക്കി കഴിഞ്ഞാൽ നമ്മുടെ നമ്മുടെ ഡിവൈസിൽ ഏതിൻ്റെയാണോ ഫിംഗർ ബയോമെട്രിക് ഡിവൈസിൻ്റെ ഉള്ളത് അതിൻ്റെ ഓപ്ഷൻ ആപ്ലിക്കേഷൻ എടുക്കുക, അത് ക്യാപ്ചർ ടെസ്റ്റ് കൊടുക്കുക. അതിന് ശേഷം അത് ഓപ്പൺ ആയി കഴിഞ്ഞാൽ നമ്മളുടെ ഫിംഗർ കൊടുത്തിട്ട് ക്യാപ്ചർ ചെയ്യുക. തുടർന്ന് നമ്മളുടെ ആപ്ലിക്കേഷനോട്ട് ലോഗിൻ ചെയ്യുകയായിട്ടുണ്ട്. ഇത്തരത്തിൽ ഇതാണ് നമ്മളുടെ ഡാഷ്ബോർഡ് എന്ന് പറയുന്നത്. അതായത് മെയിൻ ആപ്പ് ഡൗൺലോഡ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഡാഷ്ബോർഡ് വരും. പിന്നീട് നമ്മൾ ആദ്യം തന്നെ പോകുന്നത് APSൻ്റെ ആപ്ലിക്കേഷനാണ്. APS സർവീസ് ചെയ്യുന്ന അപ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി ഒരു ചൈൽഡ് ആപ്പ് ഡൗൺലോഡ് ചെയ്യാനായിട്ട് പറയുന്നുണ്ട്. ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തതിന് ശേഷം ഇൻസ്റ്റാൾ ചെയ്യുക. ഇത് ഒരു വട്ടം ജസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്താൽ മാത്രം മതിയാകും. ഇത് ഇൻസ്റ്റാൾ കഴിഞ്ഞ് ഇത്തരത്തിലുള്ള മെസ്സേജാണ്. ഇതിനർത്ഥം നമ്മുടെ എപ്പോഴും പാരൻ്റ് ആപ്പ് എന്ന് പറയുന്നത് മെയിൻ ആപ്ലിക്കേഷനാണ്. ആ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് വെച്ചിട്ട് വേണം ഇത് ചെയ്യാനായിട്ട്. അതുകൊണ്ട് ആ മെയിൻ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. അതിനുശേഷം APS എടുത്തു കഴിഞ്ഞാൽ അതിൽ നമ്മൾ ആധാർ ബാങ്കിങ്ങിൻ്റെ ഓപ്ഷൻസ് വരും. അതിൽ ഏത് ഓപ്ഷനാണോ, ഇപ്പോൾ നമ്മൾ ആധാർ സീഡഡ് ആയിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം, ഞാൻ ബാലൻസ് എങ്കിലാണ് ഇവിടെ ചെക്ക് ചെയ്യുന്നത്. ഓൾറെഡി എൻ്റെ സീഡഡ് അല്ലാത്തൊരു ബാങ്ക് അക്കൗണ്ട് ആയതുകൊണ്ട് ഇതിനകത്ത് കാണിക്കാൻ സാധ്യതയില്ല. നമ്മൾ ബാങ്ക് കൊടുക്കണം, ബാങ്കിൻ്റെ പേരെല്ലാം അടിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ മൊബൈൽ നമ്പർ അടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഓർക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആധാർ സീഡഡ് ആയിരിക്കും എന്നുള്ളതാണ്. സബ്മിറ്റ് കൊടുക്കുമ്പോൾ ഇൻ കേസ് ആധാർ സീഡഡ് അല്ല, അതിന് ശേഷം സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഫിംഗർ വെക്കാനായിട്ട് പറയും. നമ്മൾ ഫിംഗർ വെക്കുമ്പോൾ വീണ്ടും നമ്മൾ USB മോഡ് സെലക്ട് ചെയ്തിട്ട് കൺസെൻറ്റ് കൊടുത്തതിന് ശേഷം ക്യാപ്ചർ കൊടുക്കണം. ഫിംഗർ ക്യാപ്ചർ ആയതിനു ശേഷം ആധാർ സീഡഡ് ആണെങ്കിൽ APS ആക്ടിവേറ്റ് ആണെങ്കിൽ നമുക്ക് അതിൻ്റെ റിസൾട്ട് ഷോ ചെയ്യും. ഇൻ കേസ് അല്ല, ഇതിപ്പോൾ നോ ചെക്കിംഗ് എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ആധാർ സീഡഡ് അല്ല എന്നുള്ളതിന് അതിനർത്ഥം. നമ്മളടുത്തായിട്ട് ഈ മൈക്രോ ATM സർവീസ് എങ്ങനെ ചെയ്യാന്നുള്ളത് നോക്കാനായിട്ട് പോകുന്നത്. ഇപ്പോൾ 2 മൈക്രോ ഡിവൈസാണ് നമുക്ക് D180 അതുപോലെ തന്നെ MP63. നമ്മൾ അത് ഏത് ഡിവൈസാണ് കൊടുക്കേണ്ടത് അത് സെലക്ട് ചെയ്യുക. അതിനുശേഷം എമൗണ്ട് കൊടുക്കുക, മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യുക. ശ്രദ്ധിക്കുന്ന കാര്യം, ഇതിനും ഒരു കമ്പാനിയൻ ആപ്പ് ഡൗൺലോഡ് ചെയ്യണം. ഇപ്പോൾ നമ്മളിത് പ്രൊസീഡ് അടിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി കമ്പാനിയൻ ആപ്പ് ഡൗൺലോഡ് ചെയ്യാനായിട്ട് പറയും. നമ്മളത് OK കൊടുത്തിട്ട് സബ്മിറ്റ് കൊടുക്കുമ്പോൾ അതിൻ്റെ ഡൗൺലോഡ് നൗ കാണിക്കും, ഡൗൺലോഡ് ചെയ്യുക. അതിനുശേഷം ഇൻസ്റ്റാൾ ചെയ്യുക. അപ്പോഴും നമ്മൾ പാരൻ്റ് ആപ്ലിക്കേഷൻ ആദ്യം ഓപ്പൺ ചെയ്യാനായിട്ട് കാണിക്കും. അതിനകത്ത് ഇത്രയേ ഉള്ളൂ, നമ്മളുടെ മെയിൻ ഇതൊന്ന് ഇൻസ്റ്റാൾഡ് ആയാൽ മാത്രം മതി. ഇതിൽ യാതൊരു ഫംഗ്ഷനും ഉണ്ടായിരിക്കില്ല. ചൈൽഡ് ആപ്ലിക്കേഷൻ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്താൽ മാത്രം മതി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രത്യേകത. എല്ലാം കൊടുക്കുമ്പോൾ വീണ്ടും ആ ഒരു എറർ മെസ്സേജാണ് വരുന്നത്. നമ്മൾ ബാക്ക് അടിച്ചിട്ട് നമ്മുടെ മെയിൻ ആപ്പ് എടുക്കുന്നു, മെയിൻ ആപ്പ് വഴി സബ്മിറ്റ് കൊടുക്കുന്നു. അതിന് ശേഷം അടുത്തൊരു പ്രോസസ്സ് പറഞ്ഞാൽ നമ്മുടെ ഡിവൈസ് കണക്ട് ചെയ്യണം. അപ്പോൾ നമ്മളുടെ മൈക്രോ ATM ഏതാണോ അതിൻ്റെ ബ്ലൂടൂത്ത് മോഡ് ഓൺ ആണെങ്കിൽ, നമ്മൾ ഡിവൈസിൽ ഓൺ ആണെങ്കിൽ അത് ഈസ് കണക്ട് എന്ന ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സെർച്ച് ഓപ്ഷൻ ഉണ്ട്. നമ്മൾ ഡിവൈസിൻ്റെ സീരിയൽ നമ്പർ ഇതിനകത്ത് ഷോ കാണിക്കും. ആ ഡിവൈസിൻ്റെ സീരിയൽ നമ്പർ എന്ത് കാണിക്കുക, ഇതിനകത്ത് വന്നിട്ടുണ്ടെങ്കിൽ അത് സെലക്ട് കൊടുക്കുക. അത് പെയർ കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അത് പെയർ ആവും. പെയർ ആയതിനു ശേഷം നമ്മളുടെ ഡിവൈസിൽ കാർഡ് ഇൻസേർട്ട് ചെയ്യാൻ കാണിക്കും. ആ കാർഡ് ഇൻസേർട്ട് ചെയ്തതിന് ശേഷം പിൻ അടിക്കാൻ അതിനകത്ത് തന്നെ പറയും. അപ്പോൾ കാർഡ് ഇൻസേർട്ട് ചെയ്യുക, പിൻ അടിക്കുക, എൻ്റർ ബട്ടൺ അടിച്ച് കഴിഞ്ഞാൽ നമ്മൾ അടിച്ച് പിന്നെ കറക്റ്റാണ് എങ്കിൽ നമുക്ക് നമ്മുടെ റിസൾട്ട് കറക്റ്റായിട്ട് വരും. ഇപ്പോൾ നമ്മൾ വിഡ്രോവൽ ട്രാൻസാക്ഷൻ വളരെ സക്സസ്ഫുള്ളായി ചെയ്തു. നമുക്കിത് പ്രിൻ്റ് എടുക്കാം, ബ്ലൂടൂത്ത് പ്രിൻ്റർ ആണെങ്കിൽ അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് റെസിപ്റ്റ് ഡൗൺലോഡ് ചെയ്ത് വെക്കാനായിട്ടും
ഇത്തരത്തിൽ നമുക്ക് നമ്മളുടെ പുതിയ ആപ്ലിക്കേഷൻ വഴിയായിട്ട് എല്ലാ സർവീസുകളും ചെയ്യാനായിട്ട് സാധിക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും പുതിയ ആപ്ലിക്കേഷൻ്റെ എല്ലാ ആപ്ലിക്കേഷനുകളും ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം പാരൻ്റ് ആപ്ലിക്കേഷൻ അതുപോലെ തന്നെ എല്ലാ കമ്പാനിയൻ ആപ്പുകളും ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം സർവീസുകൾ പുനരാരംഭിക്കണമെന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു. നല്ല രീതിയിൽ സർവീസുകൾ ചെയ്തുകൊണ്ട് നമുക്ക് ജനങ്ങളെ സെർവ് ചെയ്യാനായിട്ട് എല്ലാവർക്കും സാധിക്കട്ടെ. എല്ലാവർക്കും നമസ്കാരം. താങ്ക് യു.